നമസ്കാരം. വളരെയധികം പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചാണ് ഇന്നത്തെ ടോപ്പിക് ഞാൻ തിരഞ്ഞെടുത്തത്. ആപ്പിൾ സിഡർ വിനിഗർ. ഇതിനെക്കുറിച്ച് വളരെയധികം അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് പല്ല് പോകും, പല്ലിന്റെ എനാമൽ പോകും, വയറിനകത്ത് എരിച്ചിലുണ്ടാക്കും, ഇങ്ങനെ കുറെ പേരുദോഷം കേട്ട ഒരു നമ്മളുടെ ഒരു ഭക്ഷണ വസ്തുവാണ് ആപ്പിൾ സിഡർ വിനിഗർ. ഇത് അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ പഠിച്ചപ്പോൾ വളരെയധികം അത്ഭുതം തോന്നുന്ന നല്ല ഒരു ഭക്ഷണം തന്നെയാണ് ആപ്പിൾ സിഡർ വിനിഗർ എന്ന് തെളിഞ്ഞു. അപ്പം ഇത് തയ്യാറാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. പക്ഷെ കുറെ സമയം വേണം ഇതിന്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 1.5-2 മാസത്തോളം സമയം കൊടുത്താൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ ഒരു ആപ്പിൾ സിഡർ വിനിഗർ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ആദ്യം പറയാം. ശരിക്ക് ഇത് ആപ്പിളിൽ നിന്ന് എടുക്കുന്ന ഒരു വിനീഗർ എന്ന് പറയാം. ആപ്പിൾ സിഡർ എന്ന് പറഞ്ഞ ആപ്പിളിന്റെ ജ്യൂസിൽ നിന്ന് എടുക്കുന്ന ഒരു വിനീഗർ. അപ്പോ ഇതിന് നമ്മുടെ ബ്ലഡ് ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇൻസുലിനെ സെൻസിറ്റൈസ് ചെയ്യുന്നത് കൊണ്ടാവാം. ഇതൊരു ശരിക്കും പറഞ്ഞ ശരിക്കും സിട്രിക് ആസിഡ് പോലെയുള്ള ഒരു ഭക്ഷണ സാധനമാണ്. പക്ഷേ ഇത് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അത് രണ്ടാമത്, ഇത് ശരിക്കും പറഞ്ഞാൽ BP കുറയ്ക്കുന്നു, വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു, ഫാറ്റി ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് സിമ്പിൾ. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെ അതുപോലെ തന്നെ നമുക്ക് വയറെപ്പോഴും നന്നായിട്ട് നിറഞ്ഞിരിക്കാൻ ഇത് വളരെയധികം നിറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു സാഷേറ്റ് ഫീലിംഗ്, ഭക്ഷണം വയറിനകത്തുണ്ട് എന്നുള്ള. അപ്പൊ നമുക്ക് ഒരു തൃപ്തി, എപ്പോഴും വയറ് നിറഞ്ഞ് നമുക്കിപ്പോ വിശപ്പ് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ആയിരിക്കാം വെയിറ്റ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പിന്നെ പറയാം, ലാസ്റ്റ് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഒരു രീതിയും കൂടെ ഞാനൊന്ന് ചെറുതായിട്ട് പറയാം. അതായത് ആപ്പിൾ എടുക്കുക, 1 കിലോ ആപ്പിൾ എടുത്ത് നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്തിട്ട് അത് 1 ലിറ്റർ വെള്ളം, 1 കിലോ ആപ്പിളിന് 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം. അതോടൊപ്പം 200 ml തേൻ, ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഒരു ഇരുട്ട് ഭാഗത്ത് വെച്ച്, ഇരുട്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് വെക്കേണ്ടത്, പുറത്ത് തന്നെ, ഫ്രിഡ്ജിലൊന്നും വെക്കരുത്, പുറത്ത് തന്നെ വെക്കണം. അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം 200 ml ഹണി അല്ലെങ്കിൽ ഈസ്റ്റ് ചിലർ ചേർക്കുന്നുണ്ട്, അങ്ങനെയും ചേർക്കാം. ഇത് എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു 100 ml ഹണി കൂടെ ചേർത്തിട്ട് അത് വീണ്ടും ഇതുപോലെ തന്നെ ഒരു 2 ആഴ്ച കൂടെ വെക്കേണ്ടി വരും. വെച്ചിട്ട് എടുക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് ആപ്പിൾ സിഡർ വിനിഗർ. അപ്പൊ ഇത് ഓർഗാനിക് ആയിട്ടും നോൺ ഓർഗാനിക് ആയിട്ടും ഒക്കെ കിട്ടും. ഇപ്പൊ എനിക്കിതുപോലെ മാർക്കറ്റിൽ കിട്ടിയത് മദർ ഓഫ് വിനിഗർ ഡിസ്നാവ് എന്ന് പറയുന്ന ഏതോ ഒരു കമ്പനിയാണ്. പക്ഷെ ഇതൊരു നല്ല ക്വാളിറ്റിയാണ്. ഇത്രയും സാധനത്തിന് ഏകദേശം ഒരു 250-300 രൂപ വിലയുണ്ട്. ഞാനിപ്പോ മിക്കവാറും ഇതിന്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് സാലഡിൽ ചേർക്കാം. പിന്നെ ഈ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവര് എല്ലാ ദിവസവും ഒരു 10 ml ഭക്ഷണത്തിന് തൊട്ട് മുമ്പ്, അതായത് 3 നേരത്തെ ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് ഇത് നമുക്ക് കുടിക്കാം. 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ഈ ശരിക്ക് നമ്മളുടെ ഇതുണ്ടല്ലോ സ്ട്രോ വെച്ചിട്ട് കുടിക്കണം. ഇത് സ്ഥിരമായിട്ട് കട്ടിയായിട്ട് അതേപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കുടിക്കുമ്പോഴാണ് പല്ലിനകത്ത് പറ്റിയിട്ട് ഈ ഇനാമൽ കുറയ്ക്കാന്ന് പറഞ്ഞ ഒരു അസിഡിക് മീഡിയം ആണല്ലോ, അതുകൊണ്ട്. അതല്ലാതെ നമ്മൾ ഇപ്പം ഡയലൂട്ട് ചെയ്ത് കുടിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത്രയ്ക്ക് ശ്രദ്ധിക്കണമെങ്കിൽ ഒരു സ്ട്രോ ഇട്ട് കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ 10 ml എടുക്കുക, 1 ഗ്ലാസ് വെള്ളത്തിൽ അത് കലക്കുക, ആഹാരത്തിന് തൊട്ട് മുമ്പ് കുടിക്കുക. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, പിന്നെ ആഹാരവും അതുപോലെ തന്നെ ആയിരിക്കണം. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഷുഗർ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും BPയും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് ഈ വയറിനകത്ത് എപ്പോഴും നമ്മൾ പറയുന്ന ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ വലിയ ആസിഡ് കൂടുതലാണ്, എരിച്ചിലാണ്, പുകച്ചിലാണ്, വയറുവരുക്കമാണെന്നൊക്കെ പറയും അല്ലേ. അപ്പൊ ഇതിന് 2 വശങ്ങളുണ്ട്. ഒന്ന് ഹൈപ്പോ അസിഡിറ്റിയും ഒന്ന് ഹൈപ്പർ അസിഡിറ്റിയും. ഈ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഇപ്പൊ വളരെ കൂടുതലാണ്.
ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് ഈ സ്റ്റൊമക്കിൽ ആമാശയത്തില് ആസിഡ് എന്തിനാണ് നമ്മൾ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന വയറിനകത്ത് ദഹിക്കാൻ വേണ്ടി. അപ്പൊ ഈ ആസിഡിന്റെ ഉൽപാദനം അല്ലെങ്കിൽ അത് കുറയുമ്പോഴത്തേക്കാണ് ഹൈപ്പോ അസിഡിറ്റി വരുന്നത്. ആസിഡിന്റെ നമ്മളുടെ വയറിനകത്തെ ആസിഡിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 1-2 ഇടയ്ക്കാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് മനുഷ്യന്റെ സ്റ്റൊമക് ആസിഡ് ഇരിക്കുന്നത്. എന്നാൽ മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ അതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഈ നല്ല കോൺസെൻട്രേറ്റഡ്, അതായത് നല്ല ആസിഡിറ്റി, അതായത് 1-2 ഇടയ്ക്ക് നിൽക്കുന്ന ആസിഡിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ആസിഡ് പോലെയാണ്. ഈ ആസിഡ് എന്തിനാണ് അപ്പൊ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളുടെ ശരീരം? തീർച്ചയായും നല്ലോണം ദഹനം പ്രക്രിയ ഉണ്ടാവാനാണ്. അത് പ്രോട്ടീൻ ദഹിക്കാനാണ്, അല്ല കാർബോഹൈഡ്രേറ്റ് ദഹിക്കാൻ ഈ ആസിഡിന്റെ ആവശ്യമില്ല. അപ്പൊ പ്രോട്ടീൻ ദഹിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആസിഡ് മീഡിയമാണിത്. അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ ഈ പ്രോട്ടീൻ കണ്ടന്റ് ദഹിക്കാതെ കിടക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ തീരുമാനിക്കേണ്ടത്? നമുക്ക് ഹൈപ്പോ അസിഡിറ്റി ആയതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് വയറുപെരുക്കം, നെഞ്ചെരിച്ചില്, പുളിച്ചു തകട്ടലൊക്കെ തോന്നുമ്പോൾ നമ്മൾ പറയാൻ, ശരിയാ, ഞാൻ വരെ പറയാറുണ്ട് ഹൈപ്പർ അസിഡിറ്റി. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പം ഇത് ഹൈപ്പോ അസിഡിറ്റി ആകാനും സാധ്യതയുണ്ട്. പിന്നെ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അതിന് ഒരു ശരിക്കു പറഞ്ഞാല് ഈ ഒരു ചെറിയൊരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കാം. എങ്ങനെയാ? ഒരു 10 ml ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കുക. ഇങ്ങനെ വയറ് വല്ലാണ്ടിരിക്കുന്ന സമയത്ത്, നമുക്കൊരു സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഇത് കുടിച്ചു നോക്കുക. ചുമ്മാ അത് കുടിക്കുമ്പോൾ നല്ല ഒരു സുഖം കിട്ടുന്നത് നമുക്കറിയാമല്ലോ, ഒരു ഫീലിംഗ് ഓഫ് വെൽബീങ്. ആ നേരത്തെ ഉണ്ടായിരുന്ന വയറ് പെരുക്കമോ അസ്വസ്ഥതയോ അതുപോലെ തന്നെ നെഞ്ചെരിച്ചിലോ നന്നായിട്ട് കുറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വയറിനകത്ത് ഹൈപ്പോ അസിഡിറ്റി ആണെന്നാണ്. എന്നാൽ ഇത് കുടിക്കുന്ന സമയത്ത് അത് അധികരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വല്ലായ്മ കൂടുന്നു, ഫീലിംഗ് കൂടുന്നെങ്കിൽ അത് ഹൈപ്പർ അസിഡിറ്റി. അങ്ങനെ ഉള്ള ഒരവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമില്ല. എന്ത് ചെയ്യണം? നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അത് ശരിക്ക് ഈ ആൽക്കലൈൻ മീഡിയം കൊടുക്കുന്നതാണ്. ബേക്കിംഗ് സോഡ എടുത്തിട്ട് സോഡിയം ബൈകാർബണേറ്റ്, അപ്പത്തിനൊക്കെ ഇടുന്ന ബേക്കിംഗ് സോഡ, അതെടുത്തിട്ട് ലേശം 1 ടീസ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഒന്ന് കുടിക്കണം. അപ്പോൾ നമുക്ക് നല്ല സുഖം തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് വൈറൽ ഹൈപ്പർ അസിഡിറ്റി ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ 2 തരത്തിൽ ഇതിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ ഗുണങ്ങളാണ്. പിന്നെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? ഞാൻ മിക്കവാറും ഇതൊരു സാലഡ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, സാലഡിൽ ചേർക്കുന്നു. പിന്നെ ഇതുപോലെ വെള്ളത്തിൽ കലക്കി കുടിക്കാം, ജ്യൂസിൽ ചേർക്കാം. ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൽ പലപ്പോഴും ജ്യൂസുകളിനകത്ത് ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഇതിന്റെ ന്യൂട്രിയൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രത്യക്ഷത്തിൽ അത്ര കൂടുതലൊന്നുമല്ലോ, കാലറി ഒരു 20 ഇതിനകത്തൊക്കെ നിൽക്കത്തുള്ളൂ 100 ml-നകത്ത്. അതുകൊണ്ട് തന്നെയും ഇത് ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിലും ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 10 ml ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ വലിയതായിട്ടൊന്നും അതിനകത്ത് ഒരു കാലറി വരത്തില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാവുന്നതാണ് വെയിറ്റ് ലോസ് ചലഞ്ചിൽ. പിന്നെ ബി പി പേഷ്യന്റിന്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ പേഷ്യന്റിന്, ഫാറ്റി ലിവർ പേഷ്യന്റിന്, ഡയബറ്റിക് പേഷ്യന്റിന്, ഇവർക്കൊക്കെ തന്നെയും ഇത് എല്ലാ ദിവസവും ലേശം വീതം ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ആഹാരത്തിന് തൊട്ട് മുമ്പ് കുടിക്കുകയോ ചെയ്യുന്നത്. നേരിട്ട് കുടിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു, അത് ഒരു സ്ട്രോ ഇട്ട് കുടിക്കണം, വെള്ളത്തിൽ കലക്കി തന്നെ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 10 ml എന്നുള്ള 15 ml മാക്സിമം ചെയ്യാം. അത് 10 ml മതിയാവും. അങ്ങനെ അതിൽ തന്നെ അത് ഏകദേശം കോൺസെൻട്രേറ്റഡ് ആണ്. ഇതേ രീതിയിൽ ആപ്പിൾ സിഡർ വിനിഗർ നിങ്ങൾ ഉപയോഗിക്കുക. ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കഴിയുന്ന ഓർഗാനിക് തന്നെ വാങ്ങി ഉപയോഗിക്കാൻ നോക്കുക. ആമസോണിൽ ഓർഗാനിക് ആപ്പിൾ സിഡർ വിനിഗർ എന്ന് നമ്മൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ നല്ല തരത്തിൽ നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല ആപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഈ ആപ്പിളിന്റെ തൊലിയില്ലേ, തൊലി ഇതുപോലെ തന്നെ ചെയ്യാം. നിറച്ച് തൊലി നമുക്ക് കിട്ടുകയാണ്. തൊലി എടുത്തിട്ട് നമ്മൾ ചിലർ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടല്ലേ കഴിക്കുന്നത്. ആ തൊലി എടുത്തിട്ട് കുറച്ച് ഇതുപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ച് കുറച്ച് ലേശം ഷുഗറോ അല്ലെങ്കിൽ ഹണിയോ ചേർത്ത് ഇതേ രീതിയിൽ 14 ദിവസം വെച്ചിട്ട് എടുത്ത് അരിച്ചെടുക്കുക. വീണ്ടും 14 ദിവസം വെക്കുക. അങ്ങനെ നമുക്ക് ആപ്പിൾ സിഡർ വിനെഗർ, വളരെ ലൈറ്റ് ആയിട്ടുള്ള ആപ്പിൾ സിഡർ വിനെഗർ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.